ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കരിങ്കൽ കോറ പോലെയൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ സൂവിലേക്കാണ് പോകുന്നത്. ബെറ്റർ അല്ല, എന്തെങ്കിലും കഴിച്ചിട്ട് കയറാം. പിന്നെ അപ്പോഴേ നമ്മളിവിടെ കണ്ടോ, എൻട്രൻസിൽ തന്നെ ഇല്ല ഒരു സൈഡിൽ നല്ല ഓപ്പൺ സ്പേസ് ഉണ്ട്. ഈ ഒരു സൈഡിൽ കുറേ സ്ട്രീറ്റ് ആണ് ശരിക്കും. ഇതിവിടെ ബാറ്ററി വെഹിക്കിൾ ഉണ്ട്. നമ്മൾ ബാറ്ററി വെഹിക്കിൾ ഉപേക്ഷിച്ചു. അവർ 1 hour ആകുമ്പോൾ തിരിച്ചു വരും. പക്ഷെ നമ്മൾ ഇവരെല്ലാവരും കൂടെ പോകാണ്ട് നമുക്ക് ഒരുമിച്ച് ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. ഇത് നോക്കിയാൽ നമ്മുടെ നാട്ടിലെല്ലാം പണ്ടുണ്ടായ ഓലപ്പന്തൽ പണ്ട് നമ്മളെ വീട്ടിലെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഇതേപോലെ വന്ന ജിറാഫ് പേടിയുണ്ട്. 2 ജിറാഫ് ഉണ്ട്. നമ്മളെ നടക്കുന്ന വഴിയിലൊക്കെ ഇതേപോലെ എയറോ മാർക്ക് ഇട്ടിട്ടുണ്ട് എവിടെയാണ് ടേൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പണ്ട് ബോട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പോകുന്നില്ല. അല്ല കിച്ചു, നമ്മൾ പോകുന്നില്ല. വി ഡോണ്ട് ഹാവ് ടൈം നൗ. അങ്ങനെ നടന്ന എലിഫൻറ്റിൻ്റെ അടുത്തെത്തി. വേൾഡ് എലിഫൻറ്റ് ഡേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എലിഫൻറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. വേൾഡ് എലിഫൻറ്റ് 12 August ആണ് കേട്ടോ. അപ്പം ನಾವು ಓಪನ್ ಮಾಡುವಾಗ ನಮ್ಮ ಮಾವುತರುಗಳು ಓಪನ್ ಮಾಡಿ ನೋಡಿದಾಗ ಈ ಥರ ಬೀಜ ಇದ್ದರೆ ಇದು ನಮ್ಮ ಮನೆ ಅಂತ. ಮತ್ತೆ ನಮ್ಮಲ್ಲಿ ಗಾಯತ್ರಿ ಅಂತ ಒಂದು ಆನೆ ಇದೆ. ಸೊ ಅದು 90 years old. ನೀವು ಸಫಾರಿ ಹೋದಾಗ ನೋಡ್ಬಿಟ್ಟು ನಿಮ್ಮ ರೈಟ್ ಸೈಡ್ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കരിങ്കൽ കോറ പോലെയൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ ഒന്നുമില്ലേ, വാട്ടർ ഇല്ലടാ. ഓ നൈസ്. നമ്മൾ ബട്ടർഫ്ലൈ പാർക്ക് പോയി. ഇനി നേരെ നമ്മൾ കിച്ചു എവിടെയാണ് പോകുന്നത്? നമ്മൾ രാവിലെ ഇവിടുന്നാണ് വണ്ടി പോയി. ഇതാണ് കേട്ടോ സഫാരി. മറ്റേ സ്കോർപ്പിയോ ഒക്കെ പോകുന്നത് ഫാമിലി ആയിട്ട് വിളിക്കാൻ പറ്റിയ 3500 4000 ആ റേഞ്ച് എന്തോ ആയിരുന്നു ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മളിനി നേരെ സൂവിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം വന്നിട്ട് 11:45 ആയിട്ടാണ്. കുറച്ച് വെയിലിന് ചൂടൊക്കെ വരാൻ തുടങ്ങി, വിശക്കാനും തുടങ്ങി. എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ സൂവിൽ കയറാനാണ് ബെറ്റർ. അല്ല, എന്തെങ്കിലും കഴിച്ചിട്ട് കയറാം. ജ്യൂസ് എനിക്ക് ചിപ്സാ. നമ്മൾ സൂവിൽ കയറിയില്ല. കയറുന്നതിന് മുന്നിൽ പിള്ളേരും എല്ലാവരും ടയർഡായതുകൊണ്ട് ഭക്ഷണം കഴിക്കാനും കുറച്ച് സൈഡായത്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഫ്രൂട്ട്സും അത് ഇതെല്ലാം കഴിച്ച്. പിന്നെ അപ്പോഴേ നമ്മളിവിടെ കണ്ടോ, എൻട്രൻസിൽ തന്നെ ഇല്ല ഒരു സൈഡിൽ നല്ല ഓപ്പൺ സ്പേസ് ഉണ്ട്. ഈ ഒരു സൈഡിൽ കുറേ സ്ട്രീറ്റാണ് ശരിക്കും. ഫുഡ് സ്ട്രീറ്റ് മാത്രമല്ല, കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളും അത് നമ്മൾ വരുമ്പോൾ കണ്ടവർ ചെയ്താൽ പുറത്തും കുറേ സ്ഥലത്തുണ്ട് ത്രൂ ഔട്ട്. അപ്പോൾ അതിനും നിങ്ങൾക്ക് കുറച്ച് സമയം വേണ്ടി വരും ഇവിടെയൊക്കെ കയറുകയൊക്കെ ആണെങ്കിൽ. അപ്പോൾ ചുമ്മാ ഈ സ്ട്രീറ്റ്സിൽ ഒരു വാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്കൊരു നടന്ന് നോക്കാം. ഇങ്ങനെ ഒരുപാട് സ്ട്രീറ്റ് വേറെ ഭാഗത്തുണ്ട്, 1-2 ഭാഗത്തൊക്കെ ഉണ്ടോ. നമ്മൾ ഇവിടുത്തെ ഫ്രൂട്ട്സ് ബോളാണ് നേരത്തെ കഴിച്ചത്.
പോവാ. കിച്ചു ഫിനിഷ് ആക്ക് വേഗം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സൂവിൽ പോവാണ്. കിച്ചു വാട്ടർ ഉണ്ട്, കെയർഫുള്ളി ഗോ. ഓ, സൂവിന് ബാറ്ററി വെഹിക്കിൾ ഉണ്ട് കേട്ടാ. യു വാണ്ട് ടു ട്രൈ ദാറ്റ്? നടക്കണ്ട എന്നാല്. ഓക്കെ, സൂവില് ബാറ്ററി വെഹിക്കിൾ ഉണ്ട്. നമ്മൾ ടയർഡ് ആയതുകൊണ്ട് ബാറ്ററി വെഹിക്കിൾ പിടിക്കുന്നതായിരിക്കും നല്ലത്. പൈസ കേൾക്കുമ്പോൾ നമ്മൾ എന്തായാലും അവിടെ നമ്മൾ പോയി, നേരത്തെ പോയതാ. ആ, അവിടെ മങ്കി ഉണ്ട് അല്ലേ? മങ്കി, സ്നേക്ക്. ആ ആ പൊങ്ങൻ മങ്കി. ഇതിവിടെ ബാറ്ററി വെഹിക്കിൾ ഉണ്ട്. നമ്മൾ ബാറ്ററി വെഹിക്കിൾ ഉപേക്ഷിച്ചു. അവർ 1 hour ആവും തിരിച്ചു വരും. പക്ഷെ നമ്മൾ ഇവരെല്ലാവരും കൂടെ പോവാണ്ട് നമുക്ക് ഒരുമിച്ച് ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാറ്ററി വെഹിക്കിൾ ഉപേക്ഷിച്ച്. ഓക്കെ, നമുക്കങ്ങനെ സൂവിൽ ഒരു റൗണ്ട് അപ്പ് ചെയ്യാം. സൂവിൽ എന്തൊക്കെയാ കാണാനില്ലേ നമുക്ക് നോക്കാലോ. സഫാരിയിൽ പോയിട്ട് കൂടുതൽ മൃഗങ്ങളെയൊന്നും നമ്മൾ അധികം കണ്ടില്ല. കിച്ചു, സീബ്ര, ഇറ്റ്സ് സീബ്ര ഹിയർ. സീബ്ര. ജിറാഫ് ഉണ്ടാ? ഓ, പുറകില്ലല്ലോ, അത് അപ്പുറത്തെ കാണാം. ജിറാഫിന് അവിടെ കാണണ്ടപ്പാ, കഷ്ടപ്പെടണ്ട, അവിടെ കാണാം. കിച്ചു, സീബ്ര. കിച്ചു സീബ്രനെ കണ്ടുവാ. ഇത് നോക്കിയാൽ നമ്മുടെ നാട്ടിലെല്ലാം പണ്ടുണ്ടായ ഓലപ്പന്തല്. പണ്ട് നമ്മളെ വീട്ടിലെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഇതേപോലെ നമ്മൾ സൈഡിൽ വർക്ക് ഏരിയയിലൊക്കെ ഓലപ്പന്തല്, അച്ഛൻ്റെ വീട്ടിലൊക്കെ ഒരുപാട് ഓലിങ്ങനെ മടഞ്ഞുണ്ടാക്കി ഇതേപോലെ പന്തല്, കുളിമുറിൻ്റെ വാതില്, വാതില് മീൻസ് കുളിമുറി, ഇതൊക്കെ ഇതിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും ചെയ്തിട്ടുണ്ട് ഇവിടെ. അതാണ് എൻ്റെ രസം. നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ബാറ്ററി വെഹിക്കിൾ ഇങ്ങനെ വരുന്നുണ്ട്. അടുത്തത് ഇവിടെ ജിറാഫ് ആണെന്നാണ് തോന്നുന്നത്. ആൾക്കാരൊക്കെ കൂടി നിന്നിട്ടുണ്ട്. യെസ്, ഒരു ജിറാഫ് കാണാൻ വന്ന. ജിറാഫ് ഇവിടെയുണ്ട്. 2 ജിറാഫ് ഉണ്ട്. 2 ജിറാഫ് ഉണ്ട്. ഒരു കുട്ടി ജിറാഫ്, ഒരു വലിയ ജിറാഫ്. ജിറാഫ് ഫുഡ് കഴിച്ചോ? ജിറാഫ്, ജിറാഫ്, യു വാണ്ട് ഫുഡ്? കം ദെൻ. ഇതെല്ലാം ജിറാഫ് ദൂരെയാണെങ്കിലും അതിൻ്റെ ഗ്രീനറി അടിപൊളിയാണ്. ജിറാഫിനെ കണ്ടിട്ട് അടുത്തത് ഇതെന്താടാ? നിൽഗൈ. നിൽഗൈ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സൂവിൻ്റെ ഏകദേശം ഉള്ളിൽ ജസ്റ്റ് എൻട്രൻസിലെത്തി. നമ്മളെ നടക്കുന്ന വഴിയിലൊക്കെ ഇതേപോലെ എയറോ മാർക്ക് ഇട്ടിട്ടുണ്ട്. എവിടെയാണ് ടേൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കൺഫ്യൂഷൻ ആവും. നേരെയാണോ? ആ ടേൺ ചെയ്തുകൊണ്ട് ഇത് സൂവിലേക്കുള്ള വഴിയാണിത്. അതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചു, കിച്ചു ടൈഗർ നോക്കിയേ.
Wow. കിച്ചു എന്തല്ലേ? ഓ അത് കുറുക്കനല്ലടാ, ഹൈനിയല്ലല്ലോ, ഫോക്സ് അല്ലേ? കിച്ചു കണ്ടുവാ, എന്തിനാ കണ്ടേ? ഓക്കെ, ഇതാ ഇപ്പോൾ സൂവിൻ്റെ പണ്ട് നമ്മളൊക്കെ വരുമ്പോൾ ഇങ്ങനെയായിരുന്നില്ലേ, കംപ്ലീറ്റ് ഓരോ ഡയറക്ഷൻ കൊടുത്തിട്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കിടിലം പാത്ത് വേസും പിന്നെ ഓൺ ദി വേയിൽ തന്നെ എല്ലാം കണക്റ്റഡ് ആക്കിക്കൊണ്ടില്ല അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്, ഗ്രീനറി ആണ്, നല്ല നേച്ചറിൻ്റെ ഇത് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് നടക്കാം. കിച്ചു അവിടെ എന്തുണ്ട് നോക്കറാം? എന്തോ ഒരു ഫോറസ്റ്റ് പോലെ, ഫോറസ്റ്റ് തന്നെ ഏകദേശം ഒരു ലെവലിൽ. ഇവിടെയാണ് അതിനാ അല്ലേ? എവിടെ അതിനെണീപ്പിക്ക്? ഇതിൻ്റെ ഉള്ളിൽ ബോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. പണ്ട് ബോട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ടാ, പണ്ടിപ്പോൾ ഈ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ഇതൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും ഇവർ ഓരോന്ന് ആഡ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട്. അതൊരു നല്ല കാര്യം. നമുക്ക് അങ്ങനെ ബോട്ടിംഗ് വേണ്ടിക്കലും എൻജോയ് ചെയ്യാം. പക്ഷെ നമ്മൾ പോകുന്നില്ല അല്ലേ കിച്ചു? നമ്മൾ പോകുന്നില്ല. വി ഡോണ്ട് ഹാവ് ടൈം നൗ.
അങ്ങനെ നടന്ന് എലിഫൻറ്റിൻ്റെ അടുത്തെത്തി. വേൾഡ് എലിഫൻറ്റ് ഡേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എലിഫൻറ്റ് ഡേ ആണെന്നാണ് തോന്നുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് വേൾഡ് എലിഫൻറ്റ് ഡേ 12 ആഗസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് 11th, നാളെയാണ് എലിഫൻറ്റ് ഡേ. അപ്പോൾ ಏನು ನಾವು ಓಪನ್ ಮಾಡಿದಾಗ ನಮ್ಮ ಮಾವುತರುಗಳು ಓಪನ್ ಮಾಡಿ ನೋಡಿದಾಗ ಈ ಥರ ಬೀಜ ಇದ್ದರೆ ಇದು ನಮ್ಮ ಆನೆ ಅಂತ. ಇದೇ ನಿಮ್ಮ ಕಾಡು ಆನೆಯಲ್ಲಿ ನಿಮಗೆ ಹಾರ್ಸ್ ಗ್ರಾಮು ಇದೆಲ್ಲ ಸಿಗೋದಿಲ್ಲ, ಯಾಕಂದರೆ ಕಾಡಲ್ಲಿ ಎಲ್ಲಿ ಸಿಗುತ್ತೆ ನಿಮಗೆ. ಸೊ ನಾವು ಬೆಳಗ್ಗೆ ಮುದ್ದೆಯಲ್ಲಿ ಅದನ್ನು ಹಾಕಿಕೊಡೋದ್ರಿಂದ ಅದು ನೋಡಿದಾಗ ನಮ್ಗೆ ಗೊತ್ತಾಗುತ್ತೆ. ಸಂಜೆ ಹೊತ್ತು ಪೊಂಗಲ್, ಸ್ವೀಟ್ ಪೊಂಗಲ್ಲು ಮತ್ತು ಇದು ಕೊಡ್ತೀವಿ. ಸೊ ಏನಾಗುತ್ತೆ, ಸಂಜೆ ತಿಂದಿರುತ್ತೆ, ಬೆಳಗ್ಗೆ ಬಂದು ವಾಪಸ್. ಸೊ ಇದು ಫ್ಯಾಮಿಲಿ ಲೀನೇಜ್ ಕಂಪ್ಲೀಟ್. ಈ 27 ಆನೆ ಏನು ಬನ್ನರ್ಘಟ್ಟದಲ್ಲಿ ನೀವು ನೋಡ್ತೀರಾ, ಅದರ ಫ್ಯಾಮಿಲಿ ಲೀನೇಜ್ ಇದೆ. ಫಸ್ಟ್ ಬಂದು ಸುವರ್ಣ ಆನೆ ಅದು 2023 ಇದಾಯಿತು. ಅದರದ್ದು ಮರಿ ಏನೇನಿದೆ ಇದರಲ್ಲಿ, ಇದು ಫಸ್ಟ್ ಜನ್ರೇಷನ್, ಸೆಕೆಂಡ್ ಜನ್ರೇಷನ್, ಈಗ ಥರ್ಡ್ ಜನ್ರೇಷನ್. ಸೊ ಟೋಟಲ್ ವಿ ಹ್ಯಾವ್ 3 ಜನರೇಷನ್ಸ್ ವಿಚ್ ಇಸ್ ದರ್ ಹಿಯರ್. ಸಫಾರಿಗೆ ಹೋದಾಗ ನೋಡ್ಬೋದು ಮೇಲ್ ಕಾಫು ಹೊಸ ಮರಿ 2 ವಾರ ಆಗಿದೆ ಮರಿ ಆಗ್ತದೆ. ನೋಡಿದ್ರಾ? 3 ಇತ್ತಲ್ಲ ಅಲ್ಲಿ ಮರಿ 3 ಇತ್ತು. ಮರಿ ಅಂದರೆ ಒಂದು 3 months 6 months ಬ್ಯಾಕ್ ಒಂದು ಹಾಕಿತ್ತು. ಸೊ ಯು ಕ್ಯಾನ್ ಸಿ ಆಲ್ ಸ್ಮಾಲ್ ಒನ್ಸ್. ಲೇಟೆಸ್ಟ್ ಬಂದು ತುಂಬ ಚಿಕ್ಕದು ಕಾಣಿಸ್ಬೋದು ಈಗ. ಮತ್ತು ನಮ್ಮಲ್ಲಿ ಗಾಯತ್ರಿ ಅಂತ ಒಂದು ಆನೆ ಇದೆ. ಸೊ ಅದು 90 years old. ನೀವು ಸಫಾರಿಗೆ ಹೋದಾಗ ನೋಡ್ಬೋದು, ನಿಮ್ಮ ರೈಟ್ ಸೈಡ್ ಗಂಟೆ ಕಟ್ಟಿರ್ತಾರೆ ಕೆಳಗಡೆ. ಅವರಿಗೆ ಕಣ್ಣು ಕಾಣಿಸಲ್ಲ, ಕಿವಿನೂ ಕೇಳಿಸಲ್ಲ. ಸೊ ಅದು ಸಂಜೆ ಹೊತ್ತು ಫಾರೆಸ್ಟ್ ಒಳಗಡೆ ಹೋಗುತ್ತೆ. ವಾಪಸ್ ಹೆಂಗೆ ಇಲ್ಲ ಅದ್ರ ಜೊತೆಲಿ ಹೇಗಿರುತ್ತೆ ಅಂದರೆ, ಅದರ ಜೊತೆಯಲ್ಲಿರೋ ಇಟ್ ಈಸ್ ಆಸ್ ಎ ಹರ್ಡ್. ಅದು ಒಂದು ಫ್ಯಾಮಿಲಿ ಥರ ಇಲ್ಲಿ ಇರೋದಲ್ವಾ. ಸೊ ಅದ್ರ ಜೊತೆಯಲ್ಲಿರೋ ಆನೆಗಳೇ ಅದನ್ನು ಟೇಕ್ ಕೇರ್ ಮಾಡೋದು, ಕರ್ಕೊಂಡು ಹೋಗೋದಾಗಲಿ ಕರ್ಕೊಂಡು ಬರೋದಾಗಲಿ. ಇನ್ ಕೇಸ್ ಅದು ಫಾರೆಸ್ಟಿಂದ ಬಂದಿಲ್ಲ ಅಂದರೆ ನಮ್ಮ ಮಾಹುತರು ಏನು ಮಾಡೋದು, ನೆಕ್ಸ್ಟ್ ದಿವಸ ಬೆಳಗ್ಗೆ ಹುಡ್ಕೊಂಡು ಹೋಗ್ತೀವಿ. ಸೊ ಹುಡ್ಕೊಂಡು ಹೋದಾಗ ಇದೇ ಥರ ಐಡೆಂಟಿಫೈ ಮಾಡ್ತೀವಿ. ಏಜೆಡ್ ಚೈನ್ ಟ್ರಯಲ್ಸು ಇಲ್ಲ ಅಂದರೆ ಹೋಗಿ ಕರ್ಕೊಂಬಂದರೆ ಮಾಹುತರು ಕರೆದಿ ತಕ್ಷಣ ಬಂದ್ಬಿಡುತ್ತೆ. ಈಗ ರೀಸೆಂಟಾಗಿ ನೀವು ಯೂಟ್ಯೂಬಲ್ಲಿ ಇಲ್ಲ ಇದರಲ್ಲಿ ಫೇಸ್ಬುಕ್ಕಲ್ಲಿ ನೋಡಿರ್ಬೋದು, ವೀಡಿಯೋಸ್ ಹಾಕಿರೋದು ಗಾಯತ್ರಿ ಬಗ್ಗೆ ಬಂದಿರೋದು. ಇದು ಲಿಲ್ಲಿ ಬಂದು ಇವಾಗ ಕರೆಂಟ್ ಲೀಡರ್. ಲಿಲ್ಲಿ ಎಲಿಫೆಂಟ್ ಅವಳು ಬಂದು 80 years. ನಮ್ಮ ಝೂ ಅಲ್ಲಿ ಇರೋದು ತುಳಸಿ, ಸುಧಾ, ಬಸವ ಮತ್ತು ಅಹಿಲ್ಯ 4 ಇಲ್ಲಿ ನಮ್ಮ ಝೂ ಅಲ್ಲಿ ಇದೆ. ಸೊ ಅವರೆಲ್ಲ 2020 ಹುಟ್ಟಿರೋ ಮರಿಗಳು. ಸೊ ಅವರೆಲ್ಲ ಇದ್ದೀವಿ ಸರ್. ಥ್ಯಾಂಕ್ ಯು.